ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് സൈമേ. നമുക്ക് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അപ്പോൾ അതിൽ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ നമ്മളിനി നോക്കുക. കാരണം എക്സാമിന് ദിവസമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ തിയറി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എക്സാമിനുള്ള തിയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എന്ത് ചെയ്യും, കുറച്ച് അതിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ലെറ്റർ എഴുതുക, പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ നോട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇമെയില്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിയറി മാത്രം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നോക്കണം. കുറച്ച് ലെറ്റർ റൈറ്റിംഗ്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ്, ഒഫീഷ്യൽ ലെറ്റർ, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി നമുക്ക് അധികം വരുന്നില്ല. അത്യാവശ്യമുള്ളത് മാത്രം തിയറി നോക്കിയിട്ട് ബാക്കി എന്ത് ചെയ്യും, നമ്മൾ ഇതെടുക്കും, ഇത്തരം ആക്ടിവിറ്റീസൊക്കെ നോക്കും. മനസ്സിലായല്ലോ? അപ്പം അതിൽ യൂണിറ്റ് 1, the process of communication. The process of communication. Introduction, what is communication? Communication എന്താണ്? വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ളതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. The dictionary definition is to exchange thoughts or make known information or feelings by speech, writings or other means to transmit. Communication is more than just meaning or swapping information. അപ്പോൾ ഇവിടെ ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ടു എക്സ്ചേഞ്ച് തോട്ട്സ് ഓർ മേക്ക് നോൺ ഇൻഫർമേഷൻ ഓർ ഫീലിങ്സ് ബൈ സ്പീച്ച്. നമ്മുടെ തോട്ട്സുകൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ നമ്മുടെ ഇൻഫർമേഷൻസും ഫീലിങ്സും സ്പീച്ചിലൂടെ മറ്റുള്ളവരെ അറിയിക്കുക. ആൻഡ് റൈറ്റിംഗ് ഓർ അതേഴ്സ്, നമ്മൾ എന്തെങ്കിലും എഴുതി അറിയിക്കുക. ടു ട്രാൻസ്മിറ്റ്, അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ. ദിസ് ഈസ് എ ഡിക്ഷണറി ഡെഫിനിഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് മെസ്സേജിങ് മാത്രമല്ല, അല്ലെങ്കിൽ സ്വാപ്പിംഗ് ഇൻഫർമേഷൻ മാത്രമല്ല. അതിൽ എന്തൊക്കെ ഉണ്ട്, നോട്ട് ജസ്റ്റ് വേർഡ്സ് ബട്ട് ദ യൂസ് ഓഫ് ഓൾ അവർ സെൻസ്, നമ്മുടെ എല്ലാ സെൻസും യൂസ് ചെയ്യുന്നുണ്ട്. വിത്ത് ഫേസ് ടു ഫേസ് ഡയലോഗ്, അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോൺ, ബോഡി ലാംഗ്വേജ്, എബിലിറ്റി ടു ലിസൺ വിത്ത് പേഷ്യൻസ്, ഓൾ കോൺട്രിബ്യൂട്ട് ടു ദ കൺവേ മെസ്സേജ് ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. അപ്പോൾ ജസ്റ്റ് വേർഡ്സുകൾ മാത്രമല്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനുള്ളത്. നമ്മൾ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫേസ് ടു ഫേസ് ഡയലോഗ് കമ്മ്യൂണിക്കേഷനാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ടോണ്, ബോഡി ലാംഗ്വേജ്, ചിലപ്പോൾ ദേഷ്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ആംഗ്രി ആയിട്ടുള്ള, നമ്മുടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മൾ കൺവേ ചെയ്യാണ്. അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ദേഷ്യം വരുമ്പോൾ നിലത്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഒച്ച ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ബോഡി ലാംഗ്വേജ് എന്താണ്, ജസ്റ്റ് എ കമ്മ്യൂണിക്കേഷൻ, നമുക്കത് നമ്മുടെ ഒരു അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും. എബിലിറ്റി ടു ലിസൺ വിത്ത് പേഷ്യൻസ്, ഓൾ കോൺട്രിബ്യൂട്ട് ടു ദ കൺവേ മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ പീപ്പിൾ. ഇനി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെന്നെങ്കിൽ, ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ സെൻഡർ ഉണ്ടായിരിക്കും. സെൻഡർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെസ്സേജ് എൻകോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ മെസ്സേജ് റിസീവറിൻ്റെ അടുത്തെത്തും. ആ റിസീവർ എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്തെങ്കിൽ നമുക്ക് റിസീവർക്ക് ആ ഒരു മെസ്സേജ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. റിസീവർ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻഡർക്ക് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫീഡ്ബാക്ക് എന്നുള്ളത് എന്താണ്, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാനായിട്ട് ഫീഡ്ബാക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ച് വയ്ക്കുക. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് വേണം, ഈ ഒരു ഡയഗ്രാം വരച്ച് വെക്കണം. ഓക്കെ ആണോ? ഇനി അടുത്തത് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് 6 എലമെന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിലാദ്യത്തെയാണ് ടോപ്പിക്ക്. നമുക്ക് എന്ത് വേണം, ഒരു ടോപ്പിക് ഉണ്ടായിരിക്കണം. മെസ്സേജ് പറയാനായിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് വേണം അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ടോപ്പിക്ക്, നമുക്കിവിടെ എടുക്കാനൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ മെസ്സേജ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ, ദ സെൻഡർ ആൻഡ് ദ അഡ്രസ്സർ ആൻഡ് അഡ്രസ്സി. എന്താണ്, 2 പീപ്പിൾസ് എപ്പോഴും ഉണ്ടായിരിക്കും. നിർബന്ധമായിട്ടും 2 ആൾക്കാർ വേണമെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ അഡ്രസ്സർ ആൻഡ് അഡ്രസ്സി. പിന്നെ എന്തുണ്ടായിരിക്കും, ഒരു ചാനൽ ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്ന ഒരു മീഡിയം.
അല്ലേ? ദ മീഡിയം ത്രൂ വിച്ച് ദ മെസ്സേജ് ട്രാവൽസ്, ഫോർ എക്സാമ്പിൾ ലെറ്റർ, ടെലിഫോൺ, ഇമെയിൽ എക്സെട്ര. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്? ത്രൂ ഇൻ്റർനെറ്റ്, അല്ലേ? ലാപ്ടോപ്പിലൂടെയാണ്, ഇൻ്റർനെറ്റിലൂടെയാണ്, ഗൂഗിൾ മീറ്റിലൂടെയാണ്. ഇതൊക്കെ നമ്മുടെ എന്താണ്? ചാനലാണ്. ഇനി അടുത്തത് കോഡ്. ദ ലാംഗ്വേജ് ഓഫ് ദ മെസ്സേജസ്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി എക്സെട്ര. ഏത് ലാംഗ്വേജ് ആണോ നമ്മൾ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദ മെസ്സേജ് ഫ്രം, ദ സെലക്ഷൻ ഓഫ് പെർട്ടിക്കുലർ ഗ്രാമർ ആൻഡ് ലെക്സിക്കൽ ചോയ്സസ് ഓഫ് ദ മെസ്സേജ്. മെസ്സേജ് ഫോം ആണ് കേട്ടോ. ദ മെസ്സേജ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? പെർട്ടിക്കുലർ ഗ്രാമർ, നമ്മൾ ഏത് മെസ്സേജ്, ഏത് ടൈപ്പ് മെസ്സേജ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അതാണ് മെസ്സേജ് ഫോം. ഇനി അടുത്തത് സെറ്റിങ്, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ സെറ്റിങ്ങിലാണോ, ഏത് സെറ്റിങ്ങിലാണ് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ 6 എലിമെൻറ്റ്സ് ഉണ്ട് കേട്ടോ, തെറ്റിക്കരുത്. ഇനി മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദ മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ ലിസ്റ്റഡ് ബിലോ. ഇമോട്ടീവ് ഫങ്ഷൻ, ആദ്യത്തെ എന്താണ്? ഇമോട്ടീവ് ഫങ്ഷൻ, ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇന്നർ സ്റ്റേറ്റ്സ് ആൻഡ് ഇമോഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇമോഷൻസ് നമുക്ക് പുറത്ത് കാണിക്കാനായിട്ട് പറ്റും കമ്മ്യൂണിക്കേഷനിലൂടെ. ഫോർ എക്സാമ്പിൾ ഒന്നോ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് അതേപോലെ തന്നെ നമുക്ക് സങ്കടം വരുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അതേപോലെ തന്നെ ഈ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം? ഓ മൈ ഗോഡ് എന്നൊക്കെ പറയാം, അല്ലേ? വാവ്, വെരി വണ്ടർഫുൾ എന്നൊക്കെ പറയാം. നമുക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇമോട്ടീവ് ഫങ്ഷൻ. ഇനി ഡിറക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്. സീക്കിംഗ് ടു എഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്, ഫോർ എക്സാമ്പിൾ ക്ലോസ് ദ ഡോർ. കണ്ടോ, എന്തെങ്കിലും ഒരു ബിഹേവിയർ ചെയ്യിപ്പിക്കുകയാണ്, മറ്റുള്ളവരെ നമ്മൾ പറയുക, അവരെ ഡയറക്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്താണ്? ക്ലോസ് ദ ഡോർ പ്ലീസ്, ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യോ, ദയവായി ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡോറൊന്ന് തുറന്നിടും. ഇതൊക്കെ എന്താണ്? ഡയറക്റ്റീവ് ഫങ്ഷൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ്റെ. ഇനി അടുത്തത് ദ ഫാറ്റിക് ഫങ്ഷൻ, ഓപ്പണിംഗ് ദ ചാനൽ ഓർ ചെക്കിംഗ് ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. ഫോർ എക്സാമ്പിൾ ഹലോ, ഈസ് ഇറ്റ് തോമസ് കുക്ക് ഓർ ക്യാൻ യു ഹിയർ മീ മിസ്സസ് ഗുപ്ത. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഫാറ്റിക് ഫങ്ഷനാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ മൈക്ക് ചെക്ക് നോക്കും, ഹലോ മൈക്ക് ചെക്ക് നോക്കും. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ടൈമിൽ ഫാറ്റിക് ഫങ്ഷനാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഓക്കെ ആണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫാറ്റിക് ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ദ പോയറ്റിക് ഫങ്ഷൻ, ദ പർട്ടിക്കുലർ ഫോം ചോസൺ ഈസ് ദ എസെൻസ് ഓഫ് ദ മെസ്സേജ്. ദിസ് റെഫേഴ്സ് ടു ദ എസ്തെറ്റിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. പോയറ്റിക് ഫങ്ഷൻ ഉണ്ട്, അതായത് ലാംഗ്വേജിൻ്റെ ഒരു എസ്തെറ്റിക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അനന്തമായ അല്ലെങ്കിൽ കുറച്ചും കൂടി ആത്മീയമായ ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കും ലാംഗ്വേജ്. പോയറ്റിക് ഫങ്ഷൻ കവിതകളിലൂടെ അല്ലെങ്കിൽ അത്രയും പ്യുവറായിട്ടുള്ള വേർഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ദ പോയറ്റിക് ഫങ്ഷൻ. ഇനി അടുത്തത് റെഫറൻഷ്യൽ ഫങ്ഷൻ ഉണ്ട്, ടു ക്യാരി ഇൻഫർമേഷൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ എഴുതിയിട്ട് അതിൻ്റെ താഴെ റെഫറൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ എന്തുണ്ട്? റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? റെഫറൻഷ്യൽ ഫങ്ഷനാണ്. നമുക്കതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു തിയറീനെ കുറിച്ച് ആരൊക്കെയാണോ പറഞ്ഞത് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതാണ് റെഫറൻഷ്യൽ ഫങ്ഷൻ. ഇനി അടുത്തത് മെറ്റാ ലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ, ഫോക്കസിങ് അറ്റൻഷൻ ഓൺ ദ code itself. For example, the use of both will and shall is correct in modern usage. മെറ്റാലിംഗ്വിസ്റ്റിക്, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? വില്ലും ഷോളും ഒരേപോലെ യൂസ് ചെയ്യാം, അല്ലേ? പക്ഷേ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. മോഡേൺ യൂസേജിൽ നമുക്ക് എന്താണ്? വില്ലും ഷോളും കറക്റ്റാണ്, പക്ഷേ അതിൻ്റേതായുള്ള മീനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു പിന്നെ അക്യുറസിയിൽ ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കാം. പക്ഷേ വില്ലും ഷോളും നമുക്ക് എന്ത് ചെയ്യാം? മോഡേൺ യൂസേജിൽ ഒരേപോലെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ ഉണ്ട്, creating a particular kind of context. For example, write, let's start the meeting now. അപ്പോൾ നമുക്ക് വേറെ പറയാം, let's go for a movie, let's have a tea എന്നൊക്കെ പറയാം. നമ്മുടെ കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ, സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ. അങ്ങനെ എത്ര ഫങ്ഷൻസ് ഉണ്ട്? 7 ഫങ്ഷൻസ് ആണ് ഉള്ളത്. മാക്രോ ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 2, ഇവിടെ 5, മൊത്തം 7 മാക്രോ ഫങ്ഷൻസ്. Emotive function, directive function, fative function, the poetic function, referential function, metalinguistic function and the contextual function. Okay ആണോ അത്? ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ നമുക്ക്?
നാളെ എടുക്കാം. നാളെ ഈ പറഞ്ഞ പോലെ ഈ ടൈം തന്നെ ആയിരിക്കും. ഞാൻ ഇവിടെ അമ്പലത്തിൽ, തറവാട്ട് അമ്പലത്തിൽ ഒരു പ്രോഗ്രാമായിട്ട് അവിടെയാണ്, ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ്. അപ്പോൾ അത് അങ്ങനെ കുഴപ്പമില്ല, ഈ ടൈമിൽ കുഴപ്പമില്ല. നോക്കട്ടെ. അപ്പം ഞാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് കണ്ടില്ലെങ്കിൽ എൻ്റെ അടുത്തൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ചിലപ്പോൾ മറന്നു പോകും, അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അപ്പം ഞാൻ നോക്കാം കേട്ടാ.